അതെ അമ്മച്ചി, എനിക്കിത് ബിരിയാണി ഉണ്ടാക്കി തരാം. എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നുന്നു. കുറെ നാളായി ബിരിയാണി തിന്നിട്ട്. ഇപ്പോഴത്തെ വാക്കുകൾ അതാ, ഇന്നത്തെ വാക്കുകൾ ബിരിയാണി. ആ അതല്ലേ ഞാൻ കൊറേ നേരമായി പറയണേ, ബിരിയാണി തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തിന്നാം. ബിരിയാണിയും ചിക്കനും സർലാസും അച്ചാറും. അപ്പൊ അമ്മച്ചി എന്നിട്ട് തിന്നാ ബിരിയാണി ചൂട്. ആ അമ്മച്ചിക്ക് നോമ്പുണ്ടല്ലോ, തിന്നാൻ പറ്റില്ലല്ലോ. അല്ലാതെ നമുക്ക് അമ്മാമയെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിപ്പിക്കാം. അമ്മാമയെ കൊണ്ട് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ അപ്പച്ചനോട് കടയിൽ നിന്ന് കൊണ്ടുതരാൻ പറഞ്ഞാൽ ഇനി അപ്പച്ചൻ കൊണ്ടു തന്നിട്ട് വേണം വെച്ച് കൊടുക്ക് കൊടുക്കാൻ. ഇനിയുള്ള വാക്കുകളല്ലേ, ഗർഭിണിക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. ഇപ്പൊ അപ്പച്ചൻ കോട്ടയിന്ന് കട പൂട്ടി സാധനങ്ങൾ കൊണ്ട് വന്ന് വെച്ച് തിന്നണം, എന്നിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അതന്നെ പറയാനായിട്ട് ചിക്കൻ ഇരിക്കുന്നുണ്ട്. ബിരിയാണിയും അതിനകത്തുള്ള കിസ്മിസ് സാധനങ്ങളൊക്കെയാണ് കിട്ടേണ്ടത്. മല്ലിയിലൊക്കെ കൂടി ഇരിക്കണ്ടാ, നെയ്യൊക്കെ ഇരിക്കണ്ട്. അരിക്കിട്ട് മാത്രം കിട്ടിയാൽ മതി, ബാക്കിത്തൊക്കെ കൂടി ഉണ്ട്. ചിക്കനും ഉണ്ട്. വീഡിയോസുകളിലൊക്കെ കണ്ടല്ലേ നമ്മള് രാത്രി 12 മണിക്ക് ഭർത്താവിനെ വിട്ട് ഓരോ സാധനങ്ങൾ എടുപ്പിക്കും. ഇപ്പൊ ഭർത്താവ് ഇല്ലാത്തോണ്ട് ഇപ്പൊ അപ്പനെ വിട്ടിട്ട് സാധനങ്ങൾ എടുപ്പിക്കേണ്ട അവസ്ഥയായി. സ്റ്റെബിനെ വിടായിരുന്നു. ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് വട്ടയപ്പം വേണമെന്ന് പറഞ്ഞ് സ്റ്റെബി ഓരോ കടകളിൽ പോയി 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 ഒരു കുഞ്ഞ വട്ടയപ്പം എവിടെന്നോ ഒരു കുഞ്ഞ വട്ടയപ്പം വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ എനിക്കിപ്പോ എന്താണാവും കാര്യം വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഓരോന്നും തോന്നൂലേ. അല്ലെങ്കിൽ നമ്മൾ വല്ല വീഡിയോസ് ഇങ്ങനെ നോക്കുമ്പോ ദേ ബിരിയാണി തിന്നണ കാണുന്നു, അപ്പൊ നമുക്കത് തിന്നാൻ തോന്നൂലോ. നീ എന്തിനു ചിരിക്കണേ? നിനക്ക് തിന്നാൻ തോന്നുന്നുണ്ടാ? അമ്മാമ്മ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വന്നപ്പോൾ ഇടുക, വെക്കുക, തിന്നുക, ഉറങ്ങുക. അതാദ്യം ബേബി തിന്നാ ഉറങ്ങുക. എന്താ സുഖം. ആദ്യം ബേബി നേരം വൈകി ഏറ്റേക്കണേ. അതുകൊണ്ട് പിന്നെ ചേട്ടന്റെ സമയം ആദ്യം ബേബി ഏറ്റെടുത്തു. അതന്നെ. അല്ലെങ്കിൽ അസിക്കൂട്ടൻ എനിക്ക് കഴിഞ്ഞാൽ വാതിലുമ്പോ തട്ടു എന്ന് പറഞ്ഞ് ഇവനെ എണിപ്പിക്കാൻ വേണ്ടിട്ട്. ഇവൻ നേരത്തെ ഇരിക്കാറുണ്ട്, പക്ഷെ ഇന്ന് നേരം വൈകിണ്ട്. എടുക്കാം അപ്പച്ചാന്ന് പറഞ്ഞാൽ ബേബി അപ്പച്ചാന്ന് പറയ്. ഇങ്ങനെ നോക്കിയേ. പറയടാ കുർണി. ഇഞ്ചി പച്ചമുളക് സബോള, ഇഞ്ചി പച്ചമുളക് സബോള. എന്റെ മോന് കണ്ണെരിയും. ഇവിടെ നീങ്ങിക്ക് ഇങ്ങനെ നീങ്ങിക്ക്. അതിനാക്രമിക്കാൻ പോണ്ടാ. വാ ഇടുവാ പച്ചാ. ഇപ്പൊ ഇവിടെ വന്നേ പിന്നെ ഞങ്ങളെല്ലാവരും ഇന്നിയും സ്റ്റെബിയും ഞാനും ഒക്കെ അമ്മിച്ചി അപ്പച്ചാന്ന് വിളിക്കണ കേട്ടിട്ട് ഇപ്പൊ ഒരാൾ വിളിക്കും, അപ്പച്ച അമ്മിച്ചി അപ്പച്ച. അതന്നെ. പക്ഷെ നമ്മള് ഫോണൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പച്ചി അമ്മിച്ചിന്ന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കില്ല. അവന് തോന്നണം, അല്ലാണ്ട് വിളിക്കില്ല കേട്ടാ. അങ്ങനെ സ്വഭാവം ഉണ്ട് ഞങ്ങൾക്ക്. പണി സ്റ്റാർട്ട് ചെയ്താ അരി എത്തിയപ്പ അരി അപ്പച്ചൻ കൊണ്ട് തന്നുട്ടാ. പക്ഷെ ഞാൻ ആദ്യം ബേബിനെ ഉറക്കായിരുന്നു, അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അരി വെള്ളത്തിലിട്ട് ഉദയമിച്ച് സബോള ഹോട്ടൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ്റെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്പച്ചന് മാത്രം ചിക്കൻ മതി. പിന്നെ അരിയുടെ വെള്ളത്തിലിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വാട്ടിയിട്ട് പിന്നെ എന്നിട്ട് മാറ്റി വെക്കൂലേ. ഇത് വാട്ടിയിട്ട് മാറ്റി വെക്കും. എന്നിട്ട് അരി വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി ശരിക്കും അവിടെ അച്ഛൻ വെക്കുമ്പോ എന്നിട്ട് ചെയ്യുന്നറിയാം, അരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുക. അത് ദം ബിരിയാണി വെക്കുക. അത് സെപ്പറേറ്റ് വെക്കണം. കാരണം അമ്മച്ചിക്ക് തിന്നാൻ പറ്റില്ല, അമ്മച്ചിക്ക് നോമ്പുണ്ട്. അത് ചിക്കനൊക്കെ കൂടിയിട്ട് അവിടെ വെക്കാറില്ല. ഇനി മാറ്റണം. ബീൻസ് നുറുക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ. ഇനിയിപ്പോ ഇത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളൊക്കെ കൂട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരി വേവിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ചിക്കൻ കറിക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തോട്ടാ. അത് സബോള, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് അത് കറി വെക്കാൻ പോണം. അത് മതി.
ബിരിയാണി അരി കേട്ടാ. അരി വെള്ളത്തിലിട്ട് നമുക്ക് വേവിക്കണം. ഇനി നമ്മുടെ ബീൻസ് അടപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് ചിക്കൻ ഇട്ടുണ്ട്. ഇത് എന്നിട്ട് അമ്മച്ചി ചതക്കണേ. ഇത് കരയാമ്പൂവ്, കറുകപ്പട്ട, ഏലക്ക, ഈ സാധനങ്ങളൊക്കെ കുറച്ചിട്ടാ മതിട്ടാ. കുരുമുളക്, ഇത്തിരി ഇട്ടാ മതി, കാരണം അതിന്റെ ഫ്ലേവർ അധികം വേണ്ട. കുരുമുളക് ഒരാഗ്രഹത്തിന് മതി. അതൊക്കെ ഇട്ടിട്ട് വേവിക്കണം. വെള്ളത്തിലിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കണം. അങ്ങനെ ചെറുനാരങ്ങ വീര് അല്ല ചെറുനാരങ്ങ നീര് കുഴയാണ്ട് കരി ആ ആ ആ ഇത് മറ്റേ പായസാവോ അല്ലെങ്കിൽ ഇതാവോ? പായസാക്കി കുടിക്കേണ്ടി വരുമോ അറിയില്ലന്നല്ലേ. വെന്തേ പറയാം. നന്നായി വെന്താണ് ബേബിക്ക് സുഖായി, തിന്നാ സുഖായി. പായസമായിട്ടൊന്നും പോവാറില്ല. കഷ്ടപ്പെടേണ്ടി ചില നമ്മള് മറ്റേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വേവ് കുറഞ്ഞത് എന്നിട്ട് വീണ്ടും വിസിലിട്ട് വേവിക്കേണ്ടി വന്നു. അവിടെ കുറച്ച് ആവിയിൽ വേവിച്ചു. ഈ പ്രാവശ്യം ഇപ്പൊ ഇത് വേവ് കൂടോ കുറയോ എന്നുള്ളത് അരി വെന്ത് കഴിയുമ്പോ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല. ആ ബിരിയാണി ഉണ്ടാക്കാൻ താല്പര്യമില്ല ഉണ്ടല്ലോ. അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അമ്മച്ചിയുടെ തന്നെയാണ് ബീഫ്, ചിക്കൻ അതൊക്കെ ഓക്കെ. മീൻകറി ബിരിയാണിയില് വലിയ എക്സ്പീരിയൻസ് കുറവാണ്. നമ്മള് സാധാ ആൾക്കാര് ചോറും കറിയും തന്നെയാണ് ആൾക്കാര്. അല്ലാണ്ട് ബിരിയാണിയോ മറ്റേ ഫ്രൈഡ് റൈസോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കുറവാ. അതുപോലെ മാത്രല്ല പലഹാരങ്ങളും കുറവാ. സാധാ ഇപ്പൊ എല്ലാവരും രാവിലെ പലഹാരങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിലത് ഇവിടെ അതെ, വരന്തരപ്പള്ളിയിലും അതെ. പലഹാരങ്ങളോടും താല്പര്യമില്ല, ഇങ്ങനത്തെ ഐറ്റംസ്. അതന്നെ, ഇങ്ങനത്തെ സംഭവങ്ങളോട് ആർക്കും താല്പര്യമില്ല. ഇത്ര കൊതിയില്ലെങ്കിൽ വല്ല മസാല ദോശയോ അതൊക്കെ പോയി പുറത്തു പോയി കഴിക്കും. കറി റെഡി ആയില്ലേ, പുക പറക്കുന്നു. ചിക്കൻ കറിയിൽ കുറച്ച് വെള്ളമല്ലല്ലോ, ഗ്രേവി ഉണ്ട്. കാരണം ബിരിയാണി തിന്നണമെങ്കിൽ ഗ്രേവി വേണല്ലോ. കുക്കർ ഇപ്പൊ വിസിലടിക്കും. അടിച്ചു തൈര് അവിടെ വെക്കുമ്പോ മുൻപ് തൈര് കാണുമ്പോ ഇഷ്ടമല്ല. ഇപ്പൊ എന്തോ തൈര് തിന്നാൻ തോന്നുന്നുണ്ട്, പുളിയാണല്ലോ. പക്ഷെ അവിടുത്തെ തൈരിന് ഇത്ര പുളിയില്ല. അമ്മിച്ചെന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഐസ്ക്രീം പോലെ ഇരിക്കുന്നത്. ആ സാധനം അവിടെ പുളിയിലേന് അത് തന്നെ തിന്നാ നമുക്ക് ഐസ്ക്രീം പോലെ തിന്ന പോലെ. ഇതാര വന്നിക്കണേ അമ്മയുടെ പൊന്നിട്ടു എന്നിട്ട് വിളിക്കണേ. അമ്മാമ ചിക്കൻ കറി വെച്ചിട്ടുണ്ടല്ലോ, ബിരിയാണി തണ്ണിമത്തന്നെ നോക്കണ. അമ്മയുടെ അരി പായസായി ഒന്ന് നോക്കാം. അമ്മാമ്മയുടെ അരിയേ പായസായി നോക്കാം. എന്തായി അമ്മാമ്മയുടെ അരി സെറ്റായാ? അരി വെന്ത് കിട്ടിയില്ലോ. വേവ് കൂടിയുള്ളല്ലോ അല്ല? വലിയ സന്തോഷമായിരുന്നല്ലേ. ഇന്ന് വേവ് കറക്റ്റായിന്ന്. ഇന്ന് വേവ് കറക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ വേവ് കൂടാ അല്ലെങ്കിൽ കൊറേ ചെയ്യാറുണ്ട. അതാണ് ഞാൻ പറഞ്ഞ. പിന്നല്ലാണ്ട് അമ്മാവ ബിരിയാണി ഉണ്ടാക്കണ കണ്ട അതമ്മാവ കണ്ട സെറ്റ്. എന്തൊരു കയ്യെ പുള്ളിയേക്കണല്ലേ അമ്മച്ചിടെ. മാമ സാധനങ്ങൾ ഇടണ്ടിട്ട് കൈ കൊണ്ട് കാണിക്കുക. എന്നിട്ട് വായില്ലേ പറയില്ലേ. നമ്മുടെ ബിരിയാണി ഓപ്പൺ ആക്കാൻ പോണേ. നമ്മുടെ ബിരിയാണി ഇട്ടാതെ ഈ ബിരിയാണി നമ്മുടെ ബിരിയാണി റെഡി. ബിരിയാണി റെഡി ആയില്ല അത് ബേബി വേണോ? നീ ഇതിന്റെ കാണിക്കണേ എന്നെ തല്ലേ. നീ എന്നെ തല്ലണേ. എന്നെ തല്ലണ നിന്നാ എന്നെ തല്ലണ നിന്നാ. അമ്മാമ ബിരിയാണി ഉണ്ടാക്കിക്കണേ. അയ്യോ ബിരിയാണി റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ഇനി സർലാസ് കൂടി റെഡി ആയി കഴിഞ്ഞാൽ
നമ്മളച്ചാറും ലാലും കൂട്ടി തിന്നും. ആളം വേവിക്കാൻ നമ്മൾ ഇത്തിരി എടുക്കാൻ പോവാ. ഇങ്ങനെയല്ല മിക്സ് ചെയ്യണ്ട, സൈഡിൽ നിന്ന് എടുത്തോളൂ, കുട്ടികൾ കാണും. ഇത്തിരി മതി. അമ്മാമ്മയുടെ ബിരിയാണി ഫസ്റ്റ് നമുക്ക് ആദം ബേബിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നല്ലതാണോ? നല്ലതാണോ ആദം ബേബി? അയ്യോ ടൈന തോന്നണേ. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കൊച്ച് തിന്നാറില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടാവും. അപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.